ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ BA സൈക്കോളജിയിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് കാണാത്തവർ ഈ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൽ ആ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. പിന്നെ ഈ നോട്ട് ആവശ്യമുള്ള ആളുകൾ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിലൂടെ കയറിയാൽ അതിൻ്റെ നോട്ടുകൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ഇതിൽ ചർച്ച ചെയ്യുന്നത്, ഇതിൻ്റെ മുന്നത്തെ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സൈക്കോളജി, അതുപോലെ സയൻസ് എന്ന നിലയ്ക്ക് സൈക്കോളജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈക്കോളജി എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സൈക്കോളജിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകൾ, അതിൻ്റെ സബ് ഫീൽഡുകൾ, അതുപോലെ ആ സൈക്കോളജിക്ക് മറ്റുള്ള സയൻസുകൾ ഫീൽഡുകളുമായിട്ട് എന്തൊക്കെ ബന്ധമാണുള്ളത്, അതുപോലെ ഇന്ത്യയിൽ സൈക്കോളജിയുടെ ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് സൈക്കോളജിക്ക് മറ്റുള്ള ഫീൽഡുമായിട്ടുള്ള മറ്റുള്ള സയൻസുകളുമായിട്ടുള്ള ബന്ധം എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജി ഒരു സയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകൾ പറയുന്ന സമയത്ത് മറ്റുള്ള സയൻസുകളിലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ സൈക്കോളജിക്കും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റു സയൻസുകളിലുള്ളത് പോലെ തന്നെ മനുഷ്യന്മാർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുക എന്നതാണ് സൈക്കോളജിയുടെ ലക്ഷ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എൻജിനീയറിങ്, അതുപോലെ ടെക്നോളജി, ഇതൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ പോലെ തന്നെ മനുഷ്യന്മാരുടെ ജീവിതം ഒന്നുകൂടി ഈസി ആക്കിയിട്ടുണ്ട്. അതുപോലെ മെഡിസിൻ എന്നത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ തടയുക മാത്രമല്ല അതിനെ ഭേദപ്പെടുത്താൻ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ടെക്നിക്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് നമുക്കൊരു മെച്ചപ്പെട്ട ജീവിതം ലഭ്യമാക്കുക എന്നതാണ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ചില സമയത്ത് ഈ ലോകവ്യാപകമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് കൊറോണ വന്നു, അതുപോലെ ഇപ്പോൾ വയനാട് ദുരന്തം, ഇതുപോലെ ഇങ്ങനെയുള്ള ഇപ്പോൾ പൊല്യൂഷൻ പോലെ തുടങ്ങിയിട്ട് ലോകവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സയൻസ് കൊണ്ട് അതിനെ മാറ്റം വരുത്തുക എന്നത് പ്രയാസകരമാണ്. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ സയൻസുകൾ അതിലേക്ക് ആവശ്യമായി വരും. അങ്ങനെ ഒന്നിൽ കൂടുതൽ സയൻസുകൾ ചേർന്നുകൊണ്ട് പുതിയ ഡിസിപ്ലിനുകൾ രൂപപ്പെടുന്നു. അതിന് ട്രാൻസാക്ഷണലിസം എന്നാണ് പറയുക. അതേപോലെ രൂപപ്പെട്ടതാണ് ഇപ്പോൾ ബയോഫിസിക്സ്, അത് ബയോളജിയും ഫിസിക്സും പാടെ ചേർന്നിട്ടുണ്ടായതാണ്. അതുപോലെ ബയോ കെമിസ്ട്രി, അത് ബയോളജിയും കെമിസ്ട്രിയും പാടെ ചേർന്നിട്ടുണ്ടായതാണ്. അതുപോലെ ജിയോ ഫിസിക്സ്, അത് ജിയോഗ്രഫിയും ഫിസിക്സും പാടെ ചേർന്നിട്ടുണ്ടായതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സൈക്കോളജി നമ്മൾ പറഞ്ഞു മറ്റുള്ള സയൻസുകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സയൻസ് എന്ന നിലയ്ക്ക് ജെനറ്റിക്സ്, ഫിസിയോളജി, ന്യൂറോളജി, മെഡിസിൻ, ഫിസിക്സ്, കെമിസ്ട്രി, സൈബർനെറ്റിക്സ് തുടങ്ങിയ ഒരുപാട് ഡിസിപ്ലിനുമായിട്ട് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ സൈക്കോളജിയുടെ വികാസം സോഷ്യോളജിയെയും ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ ഡിസിപ്ലിനുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ ഫീൽഡും അത് വികസിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള ഫീൽഡുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി സൈക്കോളജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും മറ്റുള്ള ആളുകളുമായി ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് സൈക്കോളജി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ബിഹേവിയർ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിരീക്ഷണങ്ങൾ, ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പറയുന്നത് ഏതൊരു സയൻസിനും രണ്ട് ബ്രാഞ്ച് ഉണ്ടാവും. ഒന്ന് ബേസിക് അല്ലെങ്കിൽ അക്കാഡമിക് ബ്രാഞ്ച്, രണ്ടാമത്തേത് അപ്ലൈഡ് ബ്രാഞ്ച്. അതേപോലെ സൈക്കോളജിക്ക് ഉണ്ട് ബേസിക് സൈക്കോളജി അല്ലെങ്കിൽ അക്കാഡമിക് സൈക്കോളജി, രണ്ടാമത്തേത് അപ്ലൈഡ് സൈക്കോളജി. എന്താണ് ഈ ബേസിക് ബ്രാഞ്ചിൽ ചർച്ച ചെയ്യുന്നത്? ആ ബേസിക് ബ്രാഞ്ച് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വന്നതേക്കാരം.
അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് വന്നതേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂട്ടൺ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് മുന്നിലേക്ക് ആപ്പിള് വീഴുന്നത് കണ്ടു. അപ്പോൾ ന്യൂട്ടന് അവിടെ ഒരു ക്യൂരിയോസിറ്റി, എന്തുകൊണ്ട് ആപ്പിള് മുകളിൽ നിന്ന് താഴേക്ക് വീണു, അത് മുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഗ്രാവിറ്റി എന്ന് പറയുന്ന നിയമം ഉണ്ടായത്. അപ്പോൾ അത് ബേസിക് അല്ലെങ്കിൽ അക്കാഡമിക് ബ്രാഞ്ചിന് ഉദാഹരണമാണ്. ഇനി അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള തിയറികൾ അത് ഓരോ പ്രശ്നങ്ങളിലും അപ്ലൈ ചെയ്തുകൊണ്ട് പരിഹാരം കണ്ടെത്തുക, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് ബ്രാഞ്ച് അതുപോലെ അപ്ലൈഡ് ബ്രാഞ്ച് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് ഇതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. അതായത് ഈ ബേസിക് ബ്രാഞ്ചിൽ ഫുള്ള് തിയറികളാണ് എന്നോ അല്ലെങ്കിൽ അപ്ലൈഡ് ബ്രാഞ്ചിൽ ഫുള്ളായിട്ട് അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അപ്ലൈഡ് ബ്രാഞ്ചിൽ നമുക്ക് ചില തിയറികളും കാണാൻ പറ്റും, അതുപോലെ ഈ ബേസിക് ബ്രാഞ്ചിൽ കുറേ അപ്ലിക്കേഷനുകളും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ എന്നതാണ്. ഇനി അടുത്തത് നമുക്ക് സൈക്കോളജിയുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസുകളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജനറൽ സൈക്കോളജി, ഡിഫറൻഷ്യൽ സൈക്കോളജി. ജനറൽ സൈക്കോളജിയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ബിഹേവിയറുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരേപോലെയുള്ള ബിഹേവിയറുകൾ എല്ലാ ആളുകളിലും പൊതുവായിട്ടുള്ളതും അതുപോലെ ഒരേപോലെയുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ചാണ് ജനറൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ സൈക്കോളജിയിൽ ഓരോ വ്യക്തിഗതമായിട്ടുണ്ടാകുന്ന ബിഹേവിയറുകൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ തുടക്കകാലത്ത് ഏർലി ഡിവിഷൻസ് ഓഫ് സൈക്കോളജിയുടെ തുടക്കകാലത്തുണ്ടായിരുന്ന ബ്രാഞ്ചുകൾ, ഡിവിഷൻസുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ബേസിക് ബ്രാഞ്ച് അതുപോലെ അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള സയൻസുകളെ പോലെ തന്നെ സൈക്കോളജിയും ബേസിക് ബ്രാഞ്ച് തുടങ്ങിയത് എക്സ്പെരിമെൻ്റൽ ബ്രാഞ്ച് അതുപോലെ നോൺ എക്സ്പെരിമെൻ്റൽ ബ്രാഞ്ച് എന്ന രീതിയിലാണ്. എക്സ്പെരിമെൻ്റൽ ബ്രാഞ്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തത്? ലേണിംഗ്, മെമ്മറി, തിങ്കിങ്, പെർസെപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ട് കണ്ടെത്തുകയാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ ചെയ്തത്. ഇനി നോൺ എക്സ്പെരിമെൻ്റലിൽ ചെയ്തത് പേഴ്സണാലിറ്റി, അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നോൺ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ അവർ തുടങ്ങിയത്. അപ്പോൾ ഡെവലപ്മെൻ്റൽ സൈക്കോളജിക്ക് തന്നെ ഒരുപാട് സബ് ബ്രാഞ്ചുകളുണ്ട്. ഉദാഹരണത്തിന് ചൈൽഡ് സൈക്കോളജി. ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് വളർച്ച എന്നല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന നിലയ്ക്ക് ആദ്യം കുട്ടികളാകുമ്പോൾ കുട്ടികളെ കുറിച്ച് പഠിക്കാൻ ചൈൽഡ് സൈക്കോളജി, പിന്നെ അവർ കൗമാരപ്രായത്തിലെത്തുമ്പോൾ അഡോളസെൻ്റ് സൈക്കോളജി, പിന്നെ അവർ പ്രായമാകുമ്പോൾ വൃദ്ധരാകുമ്പോൾ അവരെ കുറിച്ച് പഠിക്കാൻ ജെറോണ്ടോളജി. ഇതൊക്കെ ഈ ഡെവലപ്മെൻ്റൽ സൈക്കോളജിയുടെ സബ് ബ്രാഞ്ചുകളാണ്. അതുപോലെ ഈ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ചാണ് ഓർഗനൈസേഷൻ സൈക്കോളജി. അതുപോലെ ഇങ്ങനെയുള്ള അപ്ലൈഡ് ഫീൽഡുകൾ ഒരുപാട് ഒരുപാട് തിയറികൾ ഡെവലപ്മെൻ്റ് ആകുന്നതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മോട്ടിവേഷൻ തിയറികളിൽ നിന്ന് ഒരുപാട് വർക്ക് മോട്ടിവേഷൻ തിയറികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് സൈക്കോളജിയുടെ സബ് ഫീൽഡുകളെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തേത് ബയോസൈക്കോളജി. ബയോസൈക്കോളജി ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ബയോളജിയും സൈക്കോളജിയും പാടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ കുറിച്ചിട്ട്, അതുപോലെ നമ്മുടെ ന്യൂറോൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, ഇത് നമ്മളുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബയോസൈക്കോളജിയിൽ പറയുന്നത്. അടുത്തതായിട്ട് കൊഗ്നിറ്റീവ് സൈക്കോളജി. ഇതിൽ പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മളൊരു കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് സംബന്ധിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബിഹേവിയർ അതുവഴി എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ അടുത്തതായി പറയാൻ പോകുന്നത് കമ്പാരിറ്റീവ് സൈക്കോളജി. ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും അതെന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. പ്രത്യേകിച്ച് ആനിമൽസിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അനിമൽ സൈക്കോളജി എന്നും ഒരു പേരുണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്തപരമായിട്ടുള്ള ജീവികളെ എടുത്തുകൊണ്ട് അവരുടെ സ്വഭാവത്തിലുള്ള അവരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൾച്ചറൽ സൈക്കോളജി. ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിൽ അവൻ ജീവിക്കുന്ന അവൻ്റെ കൾച്ചർ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുകയാണ് കൾച്ചറൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്.
അടുത്തത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. നമ്മുടെ സൈക്കോളജിക്കൽ പ്രോസസ്സുകളായിട്ടുള്ള പെർസെപ്ഷൻ, ലേണിംഗ്, മോട്ടിവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ വഴി കണ്ടെത്തുകയാണ് ഈ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്. അടുത്തത് ജെൻഡർ സൈക്കോളജി. ജെൻഡർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബിഹേവിയറിൽ, അവൻ്റെ തോട്ട്സിൽ, അവൻ്റെ ഫീലിങ്സിൽ അവൻ്റെ ജെൻഡർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ജെൻഡർ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് ലേണിംഗ് സൈക്കോളജി. ലേണിംഗ് സൈക്കോളജിയിൽ പഠന വിഷയം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ലേണിംഗ് ഒരു പഠനം സംഭവിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, തിയറികൾ, അതൊക്കെയാണ് ലേണിംഗ് സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തത് പേഴ്സണാലിറ്റി സൈക്കോളജി. നമുക്കറിയാം ഓരോ വ്യക്തികളും ഒരേപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഓരോ വ്യക്തികളിലുള്ള ഈ വ്യത്യസ്തത, അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഈ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫിസിയോളജിക്കൽ സൈക്കോളജി. അതിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മുടെ സെൻസിങ്, അതുപോലെ ചിന്തകൾ, ഫീലിംഗ്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ബയോ കെമിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി. ഇത് പഠിക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗനുകളെ കുറിച്ചാണ്. നമ്മുടെ കണ്ണ്, മൂക്ക്, അതുപോലെ നാവ്, ചെവി, ത്വക്ക് തുടങ്ങിയിട്ടുള്ള സെൻസ് ഓർഗൻസുകളെ കുറിച്ചിട്ടും അതുപോലെ പെർസെപ്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി. ഇതിൽ പഠിക്കുന്നത് നമ്മൾ ഒരു സമൂഹവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ സ്വഭാവത്തിൽ ആ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും അതുപോലെ നമുക്ക് വൈകാരികപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ കാരണം കണ്ടെത്തുക, എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, ഇതൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് സംശയമുള്ള ഒരു ഏരിയയാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജി അതുപോലെ സൈക്കാട്രിസ്റ്റ് എന്നുള്ളത്. ഈ സൈക്കാട്രിസ്റ്റും അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമായതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഡോക്ടറാണ്, അവർ ഡോക്ടറേറ്റ് ഒക്കെ പഠിച്ചിട്ട് അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം, മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ അവർക്ക് മരുന്ന് എഴുതി കൊടുക്കാനുള്ള റൂളുണ്ട്. പക്ഷേ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഒരിക്കലും മരുന്ന് പ്രിഫർ ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി സൈക്കോളജി. ഇത് കുറേ റിസർച്ചുകളിലൂടെ കമ്മ്യൂണിറ്റികളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സാമൂഹികപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓരോ ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ജീവിതം, നല്ല നിലയിലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ് കമ്മ്യൂണിറ്റി സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് കൺസ്യൂമർ സൈക്കോളജി. അത് ഒരു സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ പരസ്യം, അതുപോലെ മാർക്കറ്റിംഗ് മെത്തേഡുകൾ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു കൺസ്യൂമർ, ഒരു സാധനം വാങ്ങുന്ന ആൾ ഏത് രൂപത്തിലാണ് ചിന്തിക്കുക, ഏത് രൂപത്തിലൊക്കെ ആയാലാണ് അവർക്ക് ഇഷ്ടപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ് ഈ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൗൺസിലിംഗ് സൈക്കോളജി. ഇത് ഓരോ മനുഷ്യന്മാർക്കും അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു വ്യക്തികളുമായിട്ടുള്ള റിലേഷൻസ്, ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ കരിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു കാര്യം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇമോഷണൽ പ്രോബ്ലംസ്, ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ, ഇതിനൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത് ക്ലാസ് റൂം ഡൈനാമിക്സ്, ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും എങ്ങനെയായിരിക്കണം, അതുപോലെ ടീച്ചിങ് സ്റ്റൈലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണെങ്കിലാണ് കുട്ടികൾക്ക് ഒന്നും കൂടി കൂടുതൽ പഠിക്കാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് എഡ്യൂക്കേഷൻ ലെവലിൽ കുട്ടികളെ മെച്ചപ്പെടുത്തുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഒന്നാണ് എർഗണോമിക്സ്. ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു വർക്ക് സൈറ്റിൽ ഒരാൾ എങ്ങനെയായിരിക്കണം,
അവർക്ക് കൂടുതൽ പെർഫോമൻസ് ഉണ്ടാകുന്നതിന് വേണ്ടി കംഫർട്ടായ രീതി ഏതാണ്, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇതിൽ ചർച്ച ചെയ്യുന്നത് ഒരു ജോലിയിൽ ഒരാളെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് മുതൽ പിന്നെ അവനെ ഈ ജോലിക്ക് വെക്കുക, അതുപോലെ അവൻ്റെ പെർഫോമൻസ്, പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മോട്ടിവേഷൻ, ലീഡർഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രൂപത്തിലാവുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തത് മെഡിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ പ്രശ്നങ്ങളിൽ സൈക്കോളജിയെ ആഡ് ചെയ്യുന്നതാണ് ഈ മെഡിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായ ഒരാൾക്ക് സെൽഫ് സ്ക്രീനിങ് ഏത് രൂപത്തിൽ നടക്കണം, അതുപോലെ മെഡിസിൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൈക്കോളജിക്കലി അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ അതിൻ്റെ ഉപയോഗം കുറക്കാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മെഡിക്കൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തത് ഫോറൻസിക് സൈക്കോളജി. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഒരാളെ സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫോറൻസിക് സൈക്കോളജിയിൽ പെടുന്നത്. ഇനി മിലിറ്ററി സൈക്കോളജി. മിലിറ്ററി സൈക്കോളജിയിൽ പട്ടാളങ്ങളുമായിട്ട് അവരെ കുറിച്ചിട്ടുള്ള പഠനമാണ് മിലിറ്ററി സൈക്കോളജിയിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള മിലിറ്ററി സൈന്യം അവരെങ്ങനെയായിരിക്കും, അവരുടെ ബിഹേവിയേഴ്സ്, അവരോട് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നേറാം, അങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ ഈ മിലിറ്ററിയിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും, അവർക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് ഉണ്ടാകുന്നതിന് വേണ്ടി എങ്ങനെ അവരെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മിലിറ്ററി സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തത് എൻവിറോൺമെന്റൽ സൈക്കോളജി. നമുക്കൊരു നല്ല രൂപത്തിലുള്ള ജീവിതം, ബെറ്റർ കണ്ടീഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് തടസ്സം നിൽക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ എൻവയോൺമെന്റൽ സൈക്കോളജിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പോർട്സ് സൈക്കോളജി. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് സ്പോർട്സ് സൈക്കോളജി. സ്പോർട്സിൽ സൈക്കോളജി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുപോലെ അവർക്ക് പെർഫോമൻസ് കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുകയാണ് ഈ സ്പോർട്സ് സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇപ്പം ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ 23ഓളം സൈക്കോളജിയുടെ സബ് ഫീൽഡുകൾ പറയുകയുണ്ടായി. ഇനി അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ സൈക്കോളജി അതിൻ്റെ ആധുനിക രൂപം എങ്ങനെയായിരുന്നു, ഇപ്പോൾ അതെങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. ഈ സൈക്കോളജി ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത് മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന് വേദ, അതുപോലെ യോഗസൂത്ര, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ്. അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1916 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി വിഭാഗത്തിലാണ് ആദ്യമായിട്ട് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പിന്നെ സൈക്കോളജി സ്വന്തമായിട്ടൊരു ഡിസിപ്ലിനായി മാറിയത് അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. പിന്നെ പറയുന്നത് ഇന്ത്യയിൽ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ടായത് 1924 അതുപോലെ അപ്ലൈഡ് സൈക്കോളജിക്ക് പ്രാധാന്യം കിട്ടിയത് 1940-കളിലാണ്. അപ്പോൾ ഇന്ത്യൻ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, അതുപോലെ അങ്ങനെ ഒരുപാട് കോഗ്നിറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കുറച്ച് തിയറികളൊക്കെ ഇന്ത്യൻ സൈക്കോളജിസ്റ്റുകളും സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓറിയന്റൽ സൈക്കോളജി, ബുദ്ധിസ്റ്റ് സൈക്കോളജി, യോഗ സൈക്കോളജി, ജെയിൻ സൈക്കോളജി, ഇതൊക്കെ മോഡേൺ സൈക്കോളജി ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതൊക്കെ ഇന്ത്യയുടെ സംഭാവനയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു.